ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, ഈ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്തുണ UDF-നാണെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അക്കാര്യത്തിൽ വളരെ വ്യക്തമായൊരു ചിത്രം നൽകുന്നു. എന്നാൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ UDF-ലേക്കാണോ, അത് LDF-ൽ തന്നെ നിൽക്കുമോ, അതോ അത് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് ക്രിസ്ത്യൻ ജനവിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായി. മുനമ്പത്ത് പോലും BJP വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മുനമ്പം പഞ്ചായത്തിൽ പോലും BJPക്ക് കേവലം 2 വാർഡുകളിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അവിടെ കോൺഗ്രസ് ആണ് തൂത്തുവാരിയത്. ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ പിന്തുണ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് ലഭിക്കുമോ? അത് അങ്ങനെ ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ആദ്യമേ തന്നെ ഞാൻ പറയാം, ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ അസംബ്ലി ഇലക്ഷനിൽ ലഭിച്ച ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിൽ നിന്നും നഷ്ടപ്പെടാനാണ് സാധ്യത എന്നാണ് സൂചന. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരു നേതാവുമായിട്ട് ഒരു സാഹചര്യത്തിൽ സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്, യഥാർത്ഥത്തിൽ മാണി വിഭാഗത്തിലെ ഇടതുമുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സമ്മർദ്ദം ജോസ് കെ മാണിയിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ ജോസ് കെ മാണി അതിന് തയ്യാറുമല്ല. ഈ സാഹചര്യത്തിൽ മാണി വിഭാഗത്തിന് പിളർപ്പ് നേരിട്ടാൽ പോലും താൻ അതിശയിക്കില്ല എന്നുള്ള ഒരു സൂചനയാണ് ആ നേതാവ് എന്നോട് പറഞ്ഞത്. പിന്നെ പൊതുവെ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു കർഷക പാർട്ടി, ഒരു മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി. അത് ആദ്യ കാലഘട്ടത്തിൽ നായർ, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ നായർ, ക്രിസ്ത്യൻ, സവർണ ക്രിസ്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി ആയിരുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോ എന്നോട് സംസാരിച്ച വ്യക്തി ചൂണ്ടിക്കാണിച്ചത് എനിക്ക് വളരെ ശരിയായി തോന്നി. അതായത് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ കാർഷിക മേഖല ആകെ തകർന്നു. ഇന്ന് ആകെ കാർഷിക മേഖലയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നത്, കാർഷിക മേഖലയുടെ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നത് ചില മലയോര പഞ്ചായത്തുകളിൽ മാത്രമാണ്. അവിടെ ആണെങ്കിൽ അവർ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് നിലപാടുകൾ എടുക്കുന്നത്. കാരണം കേരള കോൺഗ്രസിന് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തി ഇല്ലാതായി ഒരു ഭാഗത്ത്. അതെ 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 കുട്ടനാട്ടിലെ റബ്ബർ മാത്രമല്ല, ഏലം അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെയൊക്കെയുള്ള മലഞ്ചരക്ക്, പൊതുവെ ആ ഒരു മലഞ്ചരക്ക് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന നെൽകൃഷി, അതിലൊന്നും ഇപ്പൊ കൃഷിയില്ല. അപ്പൊ കൃഷിയില്ലെങ്കിൽ പിന്നെന്ത് കർഷക പാർട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു രാഷ്ട്രീയം അതായത് പിന്നെ ഹൈലാൻഡ്സ്, മിഡിൽ ലാൻഡ്സ്, പിന്നെ കോസ്റ്റൽ, ഇങ്ങനെ നമ്മൾ തരംതിരിച്ചാൽ മിഡിൽ ലാൻഡ്സിൽ നിന്നും കർഷക രാഷ്ട്രീയം അപ്രത്യക്ഷമായി. കോസ്റ്റൽ ഏരിയയിൽ പണ്ടേ ഇല്ല. അപ്പോ കേരളത്തിലെ ഈ കേരള കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഈ ഒരു കേരളത്തിൽ, അതായത് ഇപ്പം കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങൾ, ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, അല്ലെ കുട്ടനാട്, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്നും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലനിൽക്കാൻ സഹായിക്കുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ അപ്രത്യക്ഷമായി. അതോടുകൂടി കേരള കോൺഗ്രസിന് അവിടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇവിടെ പിന്നെ KM മാണിയെ പോലെ തലയെടുപ്പുള്ള നേതാവിന്നില്ല. അതിനു മുമ്പ് ഒരുപാട് ഇപ്പൊ KM ജോർജ്, PT ചാക്കോ, അവരുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടും KM മാണിയെ പോലൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. നമ്മുടെ PJ ജോസഫ് ശാരീരികമായിട്ടും പല രീതിയിലും അദ്ദേഹം ഇന്ന് തൻ്റെ പഴയ വ്യക്തിത്വത്തിന്റെ ഒരു വെറും നിഴൽ മാത്രം. ആരോഗ്യം വളരെ മോശം. പല രീതിയിലും അദ്ദേഹം പിന്നെ താഴെ വന്നു. ഇപ്പൊ അദ്ദേഹത്തിന് വലിയൊരു ഒരു സേ ഇല്ല കാര്യങ്ങൾ. പിന്നെ കൂടെയുള്ള ചില നേതാക്കന്മാരാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് എത്തി. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അനിഷേധ്യ ക്രിസ്ത്യൻ നേതാവ് കേരള കോൺഗ്രസിന് എന്നുള്ള അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇടതുമുന്നണിക്ക്
ഒരു നേതാവിനെ സ്വാധീനിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചെടുക്കാം എന്ന് അവർ വ്യാമോഹിക്കേണ്ട എന്നാണ് ആ ഒരു വിഷയത്തിൽ പറഞ്ഞത്. ഇനി നമുക്ക് ബി ജെ പിയുടെ ക്രിസ്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ബി ജെ പിയുടെ ക്രിസ്ത്യൻ രാഷ്ട്രീയം അത് കുറച്ച് വിജയിച്ചിട്ടുണ്ട്, പക്ഷെ വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു സമൂല രാഷ്ട്രീയ മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിയിട്ടില്ല. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ബി ജെ പിക്ക് അതുപോലൊരു ക്രിസ്ത്യൻ നേതാവ് അല്ലെങ്കിൽ വേണ്ട ഒരു ഹിന്ദു നേതാവ് തന്നെ ബി ജെ പിക്ക് തലയെടുപ്പുള്ള ഒരു നേതാവ് ഉണ്ടോ? ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം സുരേഷ് ഗോപി അല്ല, ആദ്യമായിട്ട് പി സി തോമസ് മൂവാറ്റുപുഴ എന്ന ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും 2004 തെരഞ്ഞെടുപ്പിൽ, അത് എപ്പോഴും ബി ജെ പി മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും ഉയർത്തി കാണിച്ച് വോട്ട് നേടാനും ബി ജെ പി ശ്രമിച്ചിട്ടില്ല. അതായത് ഇത്രയും അധികം ക്രിസ്ത്യാനികളുള്ള ഒരു ലോക്സഭാ സീറ്റ് അതിനു മുമ്പോ അതിന് ശേഷമോ പിന്നെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 44% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ സീറ്റാണ് മൂവാറ്റുപുഴ. ആ സീറ്റിൽ ഒരു NDA സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും ബി ജെ പിക്ക് വോട്ട് കിട്ടും. ബി ജെ പി അവിടെ ഒരു അസ്പൃശ്യതയൊന്നും ഇല്ല. പക്ഷേ ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലയെടുപ്പുള്ള ഒരു നേതാവ് വേണം. ബി ജെ പിയുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം കേരളത്തിലെ അവർക്ക് ഉന്നത ശീർഷരായ നേതാവില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഇപ്പം ഒരു പിന്നെ കഴുത പിന്നെ ഒരു കുതിരയെ നയിക്കാൻ ഒരു കഴുതയ്ക്ക് പറ്റില്ല. ഞാൻ പറയുമ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് ഒരു കുതിരയെ നയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ശക്തമായ ഒരു കുതിരയെ തന്നെ വേണം. നമ്മളൊരു കഴുതയെ കൊണ്ട് കുതിരയുടെ നേതാവാക്കാൻ, കുതിരക്കൂട്ടത്തിന്റെ നേതാവാക്കാൻ നോക്കിയാൽ നടക്കില്ല. നിങ്ങൾക്ക് ഉന്നത ശീർഷരായ നേതാക്കന്മാരെ സൃഷ്ടിക്കാതെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സംഘപരിവാറിന്റെ ഒരു 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 കുമിളയ്ക്കുള്ളിൽ നിൽക്കുന്നതിന് പുറത്തുള്ള ആൾക്കാരെ ആകർഷിക്കാൻ പറ്റില്ല. അത് കേന്ദ്ര നേതൃത്വവും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയായിട്ട് ഞാൻ കാണുന്നു. അതായത് ബി ജെ പിക്ക് അണ്ണാമലയെ പോലെ, യോഗി ആദിത്യനാഥിനെ പോലെ, അമിത്ഷായൊക്കെ പോലെയുള്ള ഒരു തലയെടുപ്പുള്ള നേതാവ് കേരളത്തിൽ വേണം, മലയാളിയായ ഒരു നേതാവ് വേണം. അതാണ് അങ്ങ് പറഞ്ഞതിന്റെ ചുരുക്കം. തീർച്ചയായിട്ടും. അതായത് നിങ്ങൾ ഇവിടെ കർണാടകത്തിൽ നോക്കുക, യെഡിയൂരപ്പയെ പോലുള്ള ഒരു നേതാവാണ് ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ അവിടെ വലുതായിട്ട്. യെഡിയൂരപ്പ ഒരിക്കൽ ബി ജെ പി വിട്ടുപോയപ്പോൾ ബി ജെ പി തോറ്റുപോയല്ലോ. പിന്നെ യെഡിയൂരപ്പ പിന്നെ തിരിച്ചു വരണ്ടോ? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ എന്നാൽ യെഡിയൂരപ്പ ഉള്ളതുകൊണ്ട് മാത്രം ജയിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷെ യെഡിയൂരപ്പമാര് രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ട്. ഇത് ബി ജെ പി മനസ്സിലാക്കണം. കാരണം ആസാമിൽ ബി ജെ പി ഇത്ര വലിയൊരു ശക്തിയായിട്ട് നിൽക്കുന്നത് ഹൈമന്ത ബിശ്വാസ് ശർമ്മ എന്നുള്ള ഒറ്റ നേതാവിൻ്റെ ഒരു സ്വാധീനത്തിലാണെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അടവ് നയങ്ങളിലാണ്. പരിണതപ്രജ്ഞനായ ഒരു നേതാവ്, ബി ജെ പിയുടെ സംഘപരിവാർ സംഘത്തിൻ്റെ സംഘടനാശേഷി, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴായിരിക്കും ബി ജെ പിക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അവിടെ ആയിരിക്കും, അതായത് ബി ജെ പി ശക്തമാണെന്ന് കണ്ടാൽ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകും. പക്ഷേ ബി ജെ പി ശക്തമല്ലെങ്കിൽ വോട്ട് ഒഴുകില്ല. സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയുള്ള, സുരേഷ് ഗോപിക്ക് സ്വന്തമായിട്ടൊരു വോട്ട് ബേസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീതി അദ്ദേഹം ജനിപ്പിച്ചു. അദ്ദേഹം വർഷങ്ങൾ അവിടെ പരാജയപ്പെട്ടെങ്കിലും മനസ്സുമെടുക്കാതെ അവിടെ തന്നെ നിന്ന് അദ്ദേഹം പ്രയത്നിച്ചു. അദ്ദേഹം അവിടെ ജയിച്ചു. പുഷ്പം പോലെ ജയിച്ചില്ലയോ? അതെ, അങ്ങ് പറഞ്ഞതുപോലെ RSSന്റെ മിഷണറി അവിടെ കാര്യമായിട്ട് പ്രവർത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 തവണ പ്രചാരണത്തിന് വേണ്ടിയും അല്ലാതെയും തൃശൂർ സന്ദർശിച്ചു. ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണ്. സാധാരണ ബി ജെ പിക്കാര് തോക്കുന്ന ബി ജെ പി നേതാക്കന്മാർ പറയുന്ന ഒരു ന്യായമുണ്ട്. കോൺഗ്രസും CPM കൂടെ ഒത്തുചേർന്ന് ഞങ്ങളെ തോൽപ്പിച്ചു, വോട്ട് കച്ചവടം നടത്തി, അല്ലെങ്കിൽ ന്യൂനപക്ഷ ഏകീകരണം. ഇതെല്ലാം തൃശ്ശൂരും ഉണ്ടല്ലോ. തൃശ്ശൂർ ഒരൊറ്റ പഞ്ചായത്ത് പോലും ബി ജെ പിയുടെ കയ്യിലില്ലായിരുന്നല്ലോ ആ സമയത്ത്. എന്നിട്ട് സുരേഷ് ഗോപി 1-2 വോട്ടിനല്ലേ, 70,000 വോട്ടിനല്ലേ ജയിച്ചത്? 76,000 വോട്ടിന് ജയിച്ചു. ഇനി കോൺഗ്രസും ബി ജെ പി പിന്നെ CPM കൂടെ വോട്ട് കച്ചവടം ചെയ്ത് ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ബി ജെ പി നേതാക്കന്മാരെ മുക്കാലിൽ കെട്ടി നല്ല എന്താണ് ഈ നമ്മുടെ നാട്ടിൽ പറയും, ഈ ഓലമടലിന്റെ അറ്റം വെട്ടിയിട്ട് തുഞ്ചാടി വെടി വെട്ടി നല്ല അടി കൊടുക്കണം. അങ്ങനൊന്നുമല്ല
പിന്നെ ഈ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ BJPക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന്. പിന്നെന്താ ജയിച്ചാല് സ്വന്തമായിട്ട് അങ്ങ് വോട്ടില്ല. പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് വരാത്തതിന്റെ ഒരു പ്രധാന കാരണം തലയെടുപ്പുള്ള ഒരു നേതൃത്വത്തിന്റെ അഭാവമാണ് എന്നാണ്. തീർച്ചയായിട്ടും തലയെടുപ്പുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതാക്കന്മാരുണ്ടാവും. പിന്നെ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ അവര് ഞങ്ങളുടെ സ്ഥാനം തട്ടിക്കൊണ്ട് പോകുമോ എന്നിങ്ങനെ പേടിച്ച് അവരെ ഉൾക്കൊള്ളാതിരിക്കരുത്. BJPയിലേക്ക് വരുന്ന നേതാവിനെ രണ്ട് കൈയും നീട്ടി, പുറത്തുനിന്നാണെങ്കിൽ അയാൾക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ രണ്ട് കൈയും നീട്ടി അയാളെ സ്വീകരിച്ച് അയാൾക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണം. ഇനി നിങ്ങളുടെ സ്ഥാനം അയാൾ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തടത്ത് അയാൾ ജയിക്കുവാണെങ്കിൽ അയാൾ ജയിക്കട്ടെ. അപ്പൊ അയാളെ കൊണ്ട് BJPയുടെ നയപരിപാടികൾ നടപ്പാക്കിക്കുന്നതിലാണ് BJPയുടെ വിജയം. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ അതാണ് ശരി. അതായത് ഇപ്പം പ്രശാന്തിന് 100 കിലോ പൊക്കാനുള്ള ശേഷിയില്ലെങ്കിൽ 100 കിലോ പൊക്കാനുള്ള ഒരാളിനെ പ്രശാന്ത് കൂലി കൊടുത്ത് കൊണ്ടുവന്ന് അയാളെ കൊണ്ട് 100 കിലോ പൊക്കിക്കും, അല്ലേ? പ്രശാന്തിന്റെ ജോലി കൊടുക്കണം, കൂലി കൊടുക്കണം. വെറുതെ പറ്റത്തില്ല. അതെ, വെറുതെ പറ്റില്ല. അതായത് കക്ഷത്തിലിരിക്കുന്ന പോകരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു സ്വപ്നം വേണ്ട. അപ്പം ഇനി നമുക്ക് ആ ഒരു മുഖ്യ വിഷയത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ സമയം അവസാനിക്കും. അതായത് കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്തിരുന്നത് ഒരു രാഷ്ട്രീയത്തെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു തൊഴിലാളി വർഗ ഒരു കർഷക മധ്യവർഗ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തില് യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയത്തിന്റെ അനന്തരാവകാശിയാണ് BJP. പിന്നെ കേന്ദ്ര സർക്കാർ മിഡിൽ ക്ലാസ്സിനൊപ്പവും അതുപോലെ തന്നെ കർഷകർക്കൊപ്പവും അവർക്ക് വേണ്ട പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും ഒക്കെ മുൻകൈ എടുക്കുന്ന ഒരു നേതൃത്വമാണ് BJPക്ക് കേന്ദ്രത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പരിപാടികൾ ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനും ഈ കർഷകരെയും മധ്യവർഗത്തെയും സംഘടിപ്പിക്കാനും അവരുടെ ആശയാഭിലാഷങ്ങൾ ഉൾക്കൊണ്ട് അവരിൽ നിന്ന് ഒരു നേതൃത്വ നിരയെ സൃഷ്ടിക്കാനും അങ്ങനെയൊക്കെ ശ്രമിക്കണം. ഇപ്പൊ എറണാകുളത്ത് നമ്മുടെ 2020 നേതാവ് സാബുവിനെ NDA ഘടകകക്ഷിയാക്കിയത് നല്ല കാര്യം തന്നെ. പക്ഷേ അതിപ്പോഴല്ലായിരുന്നു ചെയ്യേണ്ടത്. അതൊരു 5 വർഷം 5-10 വർഷം മുമ്പേ 5 വർഷം മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ കാലഘട്ടത്തിൽ അത് ചെയ്യണമായിരുന്നു. ചിലത് ചില സമയത്ത് ചെയ്യണം, എന്നാലേ അതിന് പ്രയോജനമുള്ളൂ. ആ സമയം കഴിഞ്ഞപ്പോൾ സാബുവിന്റെ ശക്തി ചോർന്നു തുടങ്ങി. ഇനി സാബുവിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. യഥാർത്ഥത്തിൽ സാബുവിന്റെ ശക്തി വളരുന്ന ഘട്ടത്തിൽ അത് സാബുവിനെയും ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂടാണ് നിൽക്കേണ്ടത്. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ സീറ്റ്. മറ്റേ വണ്ടിയിലിരുന്ന നിങ്ങൾ വെറുതെ മുഷിയും. ഇതൊക്കെ പറഞ്ഞ് അയാളെയും ബോധ്യപ്പെടുത്തണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കരുത്തുറ്റൊരു നേതൃനിര വേണം. ഒറ്റ നേതാവ് പോരാ, സംസ്ഥാനത്തൊരു നേതാവ് നിര തന്നെ വേണം. ജില്ലകളിലും ഒക്കെ അതുപോലുള്ളൊരു നേതൃനിര വേണം. അപ്പൊ അവരെയൊക്കെ ഇപ്പം BJP തന്നെ മാറി നിൽക്കുന്ന പഴയകാല നേതാക്കന്മാരുണ്ടാവുമല്ലോ, അവരെയൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് കുറച്ചുപേരെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയും കഴിവുള്ളവരെ, ഞാൻ പറയുന്നത് പിന്നെ വെറുതെ ഭിക്ഷാന്തേഹികളെ അല്ല കൊണ്ടുവരാൻ, രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ അല്ല വേണ്ടത്. പിന്നെ ചില കാര്യങ്ങളിൽ സഭകളുടെ പുറകെ പോയിട്ട് കാര്യമില്ല. കാരണം കേരളത്തിലെ സഭകൾ ആഗോള ക്രൈസ്തവ പ്രസ്ഥാനം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും സമ്പന്നമായിട്ടുള്ളതാണ്. ഇപ്പം എന്നോട് പണ്ടൊരിക്കൽ നമ്മുടെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ശ്രീ ബാബു പോൾ അദ്ദേഹം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. ഈ കോൺഗ്രിഗേഷൻസ് എന്ന് പറയും, സഭയ്ക്കുള്ളിലെ ചില മൂവ്മെന്റ്സ് ആണത്. കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ഏറ്റവും വലിയ 2 കോൺഗ്രിഗേഷൻസ് ആണ്. ഒന്ന് വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനും ഒന്ന് എന്താണ് LMS അല്ല, ഒരു CMS ചർച്ച് മിഷൻ. ഇത് രണ്ടും കേരള ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ 2 കോൺഗ്രിഗേഷൻസും 120 രാജ്യങ്ങളിലോളം 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്ക് കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളുണ്ട്. അപ്പം ഇവരെയൊക്കെ സംബന്ധിച്ച് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ BJP വന്നാൽ ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ ചിലപ്പോൾ കൈയും കെട്ടി അവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുമായിരിക്കും. BJP നേതാക്കന്മാർ അങ്ങനെ നിൽക്കാൻ തയ്യാറാകത്തില്ല. പക്ഷെ അവരുടെയും രാഷ്ട്രത്തിന് പരിക്കില്ലാത്ത രീതിയിൽ സഭകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്നുള്ള ഒരു ഉറപ്പ് അവിടെ കൊടുത്താൽ
ആ ഉറപ്പ് ഈ കൊടുക്കുന്ന നേതാവിന് കേന്ദ്രത്തിൽ അത്രയും സ്വാധീനം ഉണ്ടെന്ന് ഈ കേരളത്തിലെ സഭാ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടാൽ അവര് കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ കൂടെ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന ചില അവയർനെസ് തന്നെ വേണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കോൺഗ്രിഗേഷൻസിനെ കുറിച്ച് BJP-യിലെ എത്ര നേതാക്കന്മാർക്ക് അറിയായിരിക്കും? പിന്നെ ഇപ്പൊ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ആരാണ് നമ്മുടെ പിന്നെ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, അനൂപ് ആന്റണി. എന്താ അദ്ദേഹത്തിന്റെ പേര്? അനൂപ് ആന്റണി, ഷോൺ ജോർജ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊന്നും സഭയ്ക്കുള്ളിൽ അത്ര വലിയ സ്വാധീനമൊന്നുമുള്ള ആൾക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ സഭയുടെ താല്പര്യങ്ങളും സഭയുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സഭയുടെ സ്ഥാപിത താല്പര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഇതിന് മധ്യത്തിലൂടെ ഒരു പാലം ഉണ്ടാക്കി ഈ വഴിയായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലതെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള തരത്തിലുള്ള തലയെടുപ്പുള്ള ഒരു നേതാവ് വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ എല്ലാം ഈ നേതാവിലാണ് ചെന്നെത്തുന്നതെന്ന് ആണ് ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നത്. അതായത് സഭയ്ക്കും BJP-ക്കും ഒരുപോലെ പരിക്കുണ്ടാക്കാത്ത, ഇന്ത്യൻ ദേശീയതയ്ക്കും ഭാരതത്തിന്റെ പാരമ്പര്യത്തിനും പോറലേൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാം, അതാണ് ആവശ്യം. അതെ. അപ്പം സാമ്പത്തിക താല്പര്യങ്ങളാണ് കേരളത്തിൽ സഭയുടെ മുഖ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷിത വൃത്തി, അതായത് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഈ നേതാവ് എന്നോട് പറഞ്ഞു, കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കോ ഓർത്തഡോക്സ് സഭയ്ക്കോ ഒന്നും വലിയ മതപരിവർത്തന താല്പര്യമൊന്നുമില്ല. അദ്ദേഹം എന്നിട്ട് ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു. പണ്ടൊരിക്കല് ആരാണെന്ന് ഞാൻ CV കുഞ്ഞിരാമനോ ആരോ ഒരു 25,000-ഓളം പിന്നോക്ക ജാതിക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇത്രയും പേരും പിന്നെ ക്രിസ്ത്യാനികളാവാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ വേദിയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ നേതാക്കളും അത് നിരുത്സാഹപ്പെടുത്തി. ഞങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് വേണ്ടത്, അല്ലാതെ അപ്പുറത്തു നിന്നും ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ വന്ന് ചേർന്നിട്ട് കാര്യമില്ല എന്ന് അവർ നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ആ നേതാവ് എന്നോട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു കൂട്ടം ഹിന്ദുക്കളെ ഞങ്ങളുടെ സഭയിലോട്ട് കൊണ്ടുവന്ന് ഇതിനകത്തിലാകെ തമ്മിത്തല്ല ഉണ്ടാക്കാനുള്ള ഒരു പിന്നെ ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. ഇനി വരണമെന്ന് വെച്ചാലും ഞങ്ങൾ അങ്ങനെ വെറുതെ അങ്ങ് എല്ലാരെയും കയറ്റി വിടത്തുമില്ല. അപ്പം മതപരിവർത്തനം ഞങ്ങൾക്കൊരു വിഷയമല്ല. അത് വേണമെങ്കിൽ മതപരിവർത്തനം വേണ്ട എന്ന് തന്നെ വെക്കാം. അതൊന്നും അല്ല വിഷയം. വിഷയം ഞങ്ങളുടെ അടിസ്ഥാന താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക, ഞങ്ങളുടെ നിലനിൽപ്പിന്റെ, ഞങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഐഡന്റിറ്റി താല്പര്യങ്ങൾ, ഇങ്ങനെ കുറെ താല്പര്യങ്ങളുണ്ട്. അതുമായിട്ട് സംരക്ഷിച്ച് നിർത്താനുള്ള ശേഷിയുള്ള നേതാവ് വേണം ഞങ്ങളോട് ഇന്ററാക്ട് ചെയ്യേണ്ടത്. അല്ലാത്ത നേതാവ് ഇന്ററാക്ട് ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും BJP കാര്യത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ. അവർ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അങ്ങ് പറഞ്ഞതുപോലെ ഏത് പാർട്ടിയാണെങ്കിലും നയിക്കാൻ തലയെടുപ്പുള്ള, കാര്യപ്രാപ്തിയുള്ള, നല്ല ബുദ്ധിമാനായ നേതാവും നേതാക്കളും വേണം. എങ്കിലേ അണികൾ അവരോടൊപ്പം ഉറച്ചു നിൽക്കൂ. അങ്ങനെ സുശക്തമായ ഒരു പാർട്ടിക്ക് ജനം വോട്ട് ചെയ്യൂ. അത് ഇവിടെ BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതത്രേ ഉള്ളൂ. അല്ലാത്തവരെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പേരിന് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. BJP-യും CPM-ഉം കോൺഗ്രസും ഒക്കെ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.